ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടുത്ത ഒരു അടുക്കള ടിപ്സുമായിട്ടാണ്. നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പിച്ചാത്തി. അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറി അരിയാനും മീൻ വെട്ടാനും ചക്ക വെട്ടാനും ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഇടയ്ക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് മിനുക്കി എടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോഡാപ്പൊടിയും പൊടിയുപ്പുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ നനഞ്ഞ കൈ കൊണ്ട് പിച്ചാത്തി രണ്ട് സൈഡും ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോഡാപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ അതിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. എല്ലായിടത്തും നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് വേണമെങ്കിൽ അടുപ്പ് കത്തിക്കുന്നവരാണെങ്കിൽ ചാരകോ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉപ്പും കല്ലുപ്പും പുളിയും കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇതുപോലെ ഉരച്ച് കൊടുത്താൽ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഞാൻ അരച്ച് തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു തുരുമ്പിൻ്റെ എല്ലാം ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിച്ചാത്തി ആ കണ്ടതിൽ വെച്ച് വലിയ അഴുക്കങ്ങ് മാറിക്കിട്ടി. ഇനി അത് കഴിഞ്ഞ് ഒരു ഉണങ്ങിയ കോട്ടൻ്റെ തുണി കൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് തുടച്ച് കൊടുക്കണം. നന്നായിട്ടൊന്ന് തുടച്ച ശേഷം ഒരു ഇച്ചിരിയും ഭസ്മവും ഒരു പേപ്പറിൻ്റെ കഷ്ണവും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പിച്ചാത്തി വൃത്തിയാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.